നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഒപ്പമുള്ള സൈലന്റ് മൊമെന്റ്സ് നിങ്ങൾക്ക് കംഫർട്ടബിളി എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? റിസർച്ചുകൾ പറയുന്നത് ഇതൊരു ഹെൽത്തി സൈൻ ആണെന്നാണ്. സൈലന്റ് മൊമെന്റ്സിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആവാൻ സാധ്യതയുണ്ടെന്നും റിലേഷൻഷിപ്പുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുമിച്ച് ചുമ്മാതെ ബോർ അടിക്കാതെ ഇരിക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. പൊതുവെ ആളുകൾ പറയാറുണ്ട്, ഇപ്പൊ 3-4 കൊല്ലമായി റിലേഷൻഷിപ്പിലായിട്ട് ഇപ്പൊ പഴയ ആ സ്പാർക്ക് ഒന്നും ഇല്ല എന്ന്. ഇത് നോർമൽ ആണ്. അതേപോലെ ഇത് പലപ്പോഴും റിലേഷൻഷിപ്പ് ഹെൽത്തി ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനൊരു പ്രോബ്ലമായി കാണാതെ കണക്ഷൻ ഡീപ്പൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയി കാണുക. ഈ സിറ്റുവേഷൻ ബെറ്റർ ആയി നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതെന്താണെന്ന് നോക്കിയാലോ? ഒന്നാമതായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൈൻഡ്ഫുൾ ആയിട്ടിരുന്ന് പ്രസന്റ് മൊമെന്റ്സ് എൻജോയ് ചെയ്യുക. അതേപോലെ റിലേഷൻഷിപ്പ് ബോറിംഗ് ആയി തുടങ്ങുമ്പോൾ പുതിയ പുതിയ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്ത് ആക്റ്റീവ് ആയിരിക്കാൻ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ച് ബോറിംഗ് ആയി തോന്നുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്താലോ എന്ന് പറഞ്ഞ് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് നന്നായി നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സൈലന്റ് മൊമെന്റ്സ് വാല്യൂ ചെയ്യുക. ഈ സൈലന്റ് മൊമെന്റ്സിൽ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ്. റിലേഷൻഷിപ്പിൽ കോൺസ്റ്റന്റ് എന്റർടൈൻമെന്റ് നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതുപോലെ ചില സൈലന്റ് മൊമെന്റ്സിലാണ് റിയൽ കണക്ഷൻ ഉണ്ടാവുന്നത്. ലെറ്റ്സ് എംബ്രേസ് സൈലൻസ് ഇൻ അവർ റിലേഷൻഷിപ്സ്.